ഞങ്ങളിപ്പോൾ ഇവിടെ എവറി ഐലൻഡ് ജംഗിൾ ഗാർഡനിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്, പിന്നെ ആലിഗേറ്റേഴ്സ്, ടേർട്ടിൽസ്, പിന്നെ പിന്നെ കുറച്ച് സ്ഥലങ്ങളും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും കുറേ നല്ല മരങ്ങളും. ഡ്രൈവ് ത്രൂ ആണ് അങ്ങനെ ഡ്രൈവ് ത്രൂ ആണ് ഇത് ഫുള്ള്. അപ്പോൾ ചില സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെ ഇറങ്ങി നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ. നീ പ്രണയമോതും പേരെന്നോ മിഴികൾ തേടും നേരെന്നോ പതിയെ എന്നിൽ പൂക്കും പൂവോ. ഞങ്ങളിത് ആലിഗേറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ, മെല്ലെ. എല്ലാവരും ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക, എപ്പോഴാണ് ചാടേണ്ടത് എന്ന് ആലോചിച്ചിട്ടാ തോന്നുന്നു. അല്ല, ഒരാൾ ഉറങ്ങുകയാണോ? അതെ, നമുക്ക് മെല്ലെ നീങ്ങാം. അവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, എല്ലാം കൂടെ എന്തോ പ്ലാൻ ഇട്ടിരിക്കാ തോന്നുന്നു. ഇത് 300 years old ആയിട്ടുള്ള ട്രീ ആണ്, ക്ലീവ്ലാൻഡ് ഓക്ക് ട്രീ. ഇത് 4 years old ആയിട്ടുള്ള ദീപ്തിയാണ്. മെയിനായിട്ട് ഓക്ക് ട്രീസ് ആണുള്ളത്, കുറേ ഓക്ക് ട്രീസ്. അങ്ങനെ ഞാൻ നടന്നൊരു പാലത്തിലെത്തി. ഇരുളുരാവിലായി നിലാവ് പോൽ കണ്ടു ഞാൻ ആ മുഖം. എരിയും വേനലിൽ പൊഴിയും മാരി പോൽ കേട്ടു നീയാം സ്വരം. പ്രണയമേ ഞാൻ നിനക്കായി നൽകാൻ പകുതി എന്നെ പകുത്തിയിടവേ. ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണിക്കാം, കുറേ ബേർഡ്സ് ആയിട്ട്. അതാ എല്ലാവർക്കും ഒരു മുങ്ങിപ്പോയ ഗാർഡനിലേക്ക് പോവാം. ഇതിന്റെ പേര് സങ്കൺ ഗാർഡൻ. മുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇനിയിപ്പോ സങ്കൻ തന്നെയാണെന്ന് എന്തോ ഉറപ്പ്. ചില ആൾക്കാരുടെ പേരെങ്ങനെയാണെങ്കിൽ ജോൺ സങ്കൻ, ജോൺ സങ്കൻ എന്നാണ് അയാളുടെ പേരെങ്കിൽ. ഇവിടുത്തെ ആൾക്കാരുടെ പേരൊന്നും പറയാൻ പറ്റില്ല. ജോൺ ട്യൂസ്ഡേ, ജോൺ ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞ പേരുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മോ, ചളി അടിക്കാൻ പരിധി ഉണ്ടാമോ? എന്ത് മതി മതി, വന്നേ വന്നേ. ആക്ച്വലി സങ്കൺ ഗാർഡൻ അതൊന്നും അല്ല കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട് എന്താ സങ്കൺ ഗാർഡൻ എന്നുള്ളത്. അത് സബ്മേർജ്ഡ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ സറൗണ്ടിങ്ങിനും കുറച്ച് ലോ ലെവലിൽ കിടക്കണ ആയതുകൊണ്ടാണ് സങ്കൺ ഗാർഡൻ എന്ന് പറയുന്നത്.
പൈൻ ട്രീസ്, പിന്നെ ഓക്ക് ട്രീസ്, പിന്നെ കുറെ ബാംബൂ. ഇതാണ് ഞങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ഉദ്ദേശിച്ച പ്രകൃതി രമണീയം. പ്രകൃതിയും കൂടെ രമണീയം.